നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകരാഷ്ട്രീയത്തിലെ വളരെ വിചിത്രവും എന്നാൽ ഗൗരവകരവുമായ ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ചാണ്. ഒരറ്റത്ത് ലോകത്തെ മുഴുവൻ തന്നെ മനുഷ്യാവകാശം പഠിപ്പിക്കാൻ നടക്കുന്ന മറ്റു രാജ്യങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന അമേരിക്കയാണ്. മറ്റൊരിടത്ത് ഉപരോധങ്ങളും ഭീഷണികളും വകവയ്ക്കാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇന്ത്യയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഒന്ന്, അമേരിക്കയിലെ മിനിയാപോളിസിൽ ജോർജ് ഫ്ലോയിഡ് കൊല്ലപ്പെട്ട അതേ തെരുവുകളിൽ ഒരു അമേരിക്കൻ പൗരനെ പട്ടാപ്പകൽ ഫെഡറൽ ഏജന്റുമാർ വെടിവെച്ച് കൊണ്ടിരിക്കുകയാണ്. ഒരു നേഴ്സായിരുന്നു അദ്ദേഹം. ഇതേ സമയം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടന്നിട്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ വോട്ടെടുപ്പിൽ ഇറാനെതിരെ അമേരിക്ക കൊണ്ടുവന്ന മനുഷ്യാവകാശ പ്രമേയത്തെ ഇന്ത്യ ശക്തമായി എതിർത്ത് തോൽപ്പിച്ചതാണ്. സാധാരണ ഇന്ത്യ മാറി നിൽക്കാറാണ് പതിവ്. നമുക്ക് എന്തിനാണ് വെറുതെ പ്രശ്നമെന്ന് ചിന്തിക്കുന്ന പഴയ നയതന്ത്രജ്ഞരല്ല ഇന്ന് ഡൽഹിയിലുള്ളത്. ഡൊണാൾഡ് ട്രംപ് 25% നികുതി ഭീഷണി മുഴക്കി നിൽക്കുന്ന ഈ സമയത്ത് ഇന്ത്യ എന്തുകൊണ്ട് ഇറാന്റെ കൈപിടിച്ചു? ഇതിന് പിന്നിൽ ചാബഹാർ പോർട്ട് എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണോ? അതോ 2026 ഏഷ്യൻ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണോ ഇത്? നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ആദ്യം നമുക്ക് അമേരിക്കയിലേക്ക് തന്നെ പോകാം. എന്താണ് അവിടെ നടക്കുന്നത്? നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട് പ്രതിഷേധമാണ് അവിടെ, കലാപമാണ് അവിടെ, അങ്ങനെ പലതും കേൾക്കുന്നു. പക്ഷേ ഇതിന്റെ യഥാർത്ഥവും എന്താണ് മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതെന്നൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ജനുവരി 25 പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അലക്സ് പ്രൈറ്റി എന്ന 37 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹം ആരാണ്? ഒരു തീവ്രവാദിയാണോ? ക്രിമിനൽ ആണോ? അല്ല, ഒരു തരത്തിലുമല്ല. അദ്ദേഹം ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിരുന്നു. സ്വന്തം വീടിന് പുറത്ത് നിൽക്കുമ്പോഴാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാർ അദ്ദേഹത്തെ വളയുന്നത്. ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഓപ്പറേഷൻ മെട്രോ സർജ് എന്ന പേരിൽ വലിയൊരു റെയ്ഡ് നടത്തുന്നുണ്ട്. അനധികൃതമായ കുടിയേറ്റക്കാരെ പിടിക്കാനാണിത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? സ്വന്തം പൗരനാണോ എന്ന് പോലും പരിശോധിക്കാതെ സംശയത്തിന്റെ പേരിൽ നിറം നോക്കി വെടിവെക്കുന്ന അവസ്ഥ. മിനിയാപോളിസ് എന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജോർജ് ഫ്ലോയിഡ് സംഭവിച്ച എന്തായിരുന്നു ആ സംഭവം എന്നും ആ നടന്ന സ്ഥലവുമൊക്കെ. അന്ന് പോലീസായിരുന്നു വില്ലനെങ്കിൽ ഇന്ന് ഫെഡറൽ ഏജന്റുമാരാണ്. ഇവിടെയാണ് എൻ്റെ ചോദ്യം. മറ്റു രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ചും മനുഷ്യാവകാശത്തെയും കുറിച്ചും ഒക്കെ വാചാലരാകുന്ന അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വന്തം മണ്ണിൽ പൗരന്മാർക്ക് എന്ത് സുരക്ഷയാണ് നൽകുന്നത്? ഈ സംഭവം നടന്നോടുകൂടി അമേരിക്കയിൽ വലിയ പ്രതിഷേധം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സ്വന്തം വീടിന് മുന്നിൽ നിൽക്കാൻ പോലും ഭയപ്പെടേണ്ട അവസ്ഥയാണ് അവിടെ. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു കാര്യം നോക്കേണ്ടതുണ്ട്. ജനീവയിലെ വോട്ടെടുപ്പിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഒരു പ്രമേയം വന്നു. സാധാരണയായി ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു വരാറ്? ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രീതിയായിരുന്നു. ഇസ്രായേൽ വിഷയത്തിലൊക്കെ നമ്മൾ പലപ്പോഴും അത് കണ്ടതാണ്. എന്നാൽ ഇത്തവണ ഇന്ത്യ നോ എന്ന് വോട്ട് ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തത് വെറും 7 രാജ്യങ്ങളാണ്. ചൈന, റഷ്യ, ക്യൂബ, പിന്നെ നമ്മുടെ ഇന്ത്യയും, അങ്ങനെ ചില രാജ്യങ്ങൾ. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതൊരു കൃത്യമായ മെസ്സേജാണ്. ഞങ്ങളെ സമ്മർദ്ദം ചെലുത്തി വരുതിയിലാക്കാൻ നോക്കേണ്ട എന്ന് ഇന്ത്യ അമേരിക്കയോട് പറയാതെ പറയുന്ന രീതിയാണിത്. 2026 ഇന്ത്യയുടെ വിദേശ നയം മാറിയിരിക്കുകയാണ്. അതായത് തന്ത്രപരമായിട്ടുള്ള ഉറച്ച നിലപാടിലേക്ക് ഇന്ത്യ എത്തി എന്ന് തന്നെ പറയാം. ഇതിന് ഇറാൻ നൽകിയ മറുപടി നമ്മൾ കണ്ടതാണ്. വോട്ട് ചെയ്ത് മണിക്കൂറുകൾക്കകം ഇറാൻ അംബാസിഡർ ഡോക്ടർ ഇറാജ് ഇലാഫി ട്വീറ്റ് ചെയ്തു, ഇന്ത്യ നീതിക്കൊപ്പം നിന്നു, നന്ദി എന്ന്. ഒരു രാജ്യം പരസ്യമായി ഇങ്ങനെ നന്ദി പറയുന്നത് നയതന്ത്രത്തിൽ വലിയ കാര്യം തന്നെയാണ്. ഇനി പലർക്കും ഉള്ള ഒരു സംശയമുണ്ടാവും, എന്തിനാണ് നമ്മൾ അമേരിക്കയെ പിണക്കി ഇറാനെ സഹായിക്കുന്നതെന്ന്. ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും റഷ്യയിലേക്കും ചരക്ക് അയക്കണം, പക്ഷേ പാകിസ്ഥാൻ വഴി അവർ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ വഴിയാണ് ഇറാൻ. ഇറാന്റെ തെക്ക് ഭാഗത്തുള്ള ചാബഹാർ തുറമുഖം ഇന്ത്യ പണം മുടക്കി വികസിപ്പിച്ചിരുന്നു. ഇതൊരു വെറും പോർട്ട് ഗെയിം അല്ല, ഗെയിം ചേഞ്ചർ തന്നെയാണ്. പാകിസ്ഥാന്റെ ഗ്വാദർ പോർട്ടിന് തൊട്ടടുത്താണിത്. ചൈനയും പാകിസ്ഥാനും അവിടെ തമ്പടിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഇന്ത്യയുടെ കപ്പലുകളുമുണ്ട്. ഇതൊരു സുരക്ഷാ കവചം കൂടിയാണ്. റഷ്യയുമായുള്ള വ്യാപാരത്തിന് സൂയസ് കനാൽ വഴി ചുറ്റിയിട്ട് നമുക്ക് പോകുന്നതിന് പകരം ചാബഹാർ വഴി വളരെ വേഗത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അമേരിക്കൻ ഉപരോധമാണത്. ഇറാനുമായിട്ട് ബിസിനസ് ചെയ്താൽ ഉപരോധം വരും. പക്ഷേ ചാബഹാർ പോർട്ടിന് മാത്രം അമേരിക്ക ഒരു ഇളവ് തന്നിരുന്നു.
ഈ ഇളവ് അവസാനിക്കുന്നത് 2026 ഏപ്രിൽ മാസത്തിലാണ്. അതായത് ഇനി 3 മാസം കൂടിയാണ് നമുക്ക് ബാലൻസ് ഉള്ളത്. ഈ സമയത്ത് നമ്മൾ ഇറാനെ പിണക്കി കഴിഞ്ഞാൽ അവർ ചാബഹാർ കരാറിൽ നിന്ന് പിന്മാറിയേക്കാം. അത് ഇന്ത്യക്ക് ഒരിക്കലും താങ്ങാവുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടും ഇന്ത്യ ഇറാനൊപ്പം നിന്നത്. അവസാനമായി ട്രംപിന്റെ ഒരു ഭീഷണി കൂടിയുണ്ട്. ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ട്രംപ് 25% താരിഫ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഭയമില്ല എന്നതാണ് കാര്യം. കാരണം ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയിൽ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയെ ആവശ്യമാണ്. അമേരിക്കയ്ക്ക് ചൈനയെ ഏഷ്യയിൽ തടയാൻ ഇന്ത്യ നിർബന്ധമാണ്. ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയാണ് ബോസ്. അതുകൊണ്ട് ഇറാൻ വിഷയത്തിൽ ഇന്ത്യ എടുത്ത ഈ നിലപാടിനെതിരെ അമേരിക്ക പരസ്യമായി രംഗത്ത് വരാൻ ഒരു തരത്തിലും സാധ്യതയില്ല. ഇന്ത്യ ഇപ്പോൾ കളിക്കുന്നത് ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസിയിലാണ്. നമ്മുടെ സാമ്പത്തിക ലാഭവും സുരക്ഷയുമാണ് നമുക്ക് എപ്പോഴും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അമേരിക്കയിലെ പൗരന്മാർക്ക് സ്വന്തം സർക്കാർ വെടിയുണ്ട നൽകുന്ന സമയത്ത് ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറാനുമായിട്ട് കൈകോർക്കുകയാണ്. ഇതാണ് 2026 റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതില് ചില കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് ശരിയാണോ എന്നുള്ളത്, ഇന്ത്യ ചെയ്തത് ശരിയാണോ എന്നുള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്തണം. അതോ അമേരിക്കയെ ഭയക്കാതെ ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് നമുക്ക് ദോഷമാണോ ഗുണമാണോ, ഏത് തരത്തിൽ പോകാന്നൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തണം. ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടത്, ഈ എയർപോർട്ടിന്റെ ഭാഗം മാത്രമല്ല. അമേരിക്ക പറയുന്നതിനൊപ്പം നിന്ന് തുള്ളുന്ന ഒരു കളിപ്പാവയായിട്ട് ഒരിക്കലും ഇന്ത്യ നിൽക്കില്ലെന്ന ഒരു വലിയ സന്ദേശം കൂടി ഇതിന്റെ ഭാഗമായിട്ടില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എപ്പോഴും ലോക പോലീസ് ചമഞ്ഞ് വല്ലവരുടെ ഇടയിലും കയറി ഓരോന്ന് കാട്ടിക്കൂട്ടിയതിന് ശേഷം ഞാൻ പറയുന്നത് ഈ ലോകത്ത് എന്ത് നടക്കൂ, എല്ലാ രാജ്യങ്ങളും എന്റെ അടിമകളാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഡൊണാൾഡ് ട്രംപിന് തീർച്ചയായിട്ടും ഇതുപോലൊരു അടി നിർബന്ധമാണ്. എല്ലാ രാജ്യങ്ങളും ഇനി അദ്ദേഹത്തിന്റെ താഴെ നിൽക്കില്ല. ഞങ്ങളും നിങ്ങളും ഒന്ന് തന്നെയാണെന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ രീതിയിലേക്ക് ലോകരാജ്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഒരിക്കലും കാര്യങ്ങൾ എളുപ്പമാവുകയില്ല. പണ്ടത്തെ പോലെ ഞങ്ങൾ ലോക പോലീസാണ്, നിങ്ങൾ ഞങ്ങൾക്ക് താഴെ നിൽക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ അടി വരും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോയിരുന്ന സീസണൊക്കെ മാറിപ്പോയി. പല രാജ്യങ്ങളും ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിനൊപ്പം നിന്നുകൊണ്ട് ഇതിന് മറുപടി കൊടുക്കുന്ന ശൈലിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണമാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ 90 കടന്ന് 91 ഡോളർ കുതിച്ചുയറുകയാണ്, ഇന്ത്യക്ക് എന്നാണ് ഒരു വളർച്ച ഉണ്ടാവുക എന്ന്. ഇവിടെ ഇറാനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയുടെ ഒപ്പം നിൽക്കാതെ ജനാധിപത്യപരമായിട്ട് എവിടെയാണോ ശരിയെന്ന് ഇന്ത്യക്ക് തോന്നുന്നു അവിടെ നിൽക്കുമെന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ പല രാജ്യങ്ങളും അവർക്ക് മുമ്പിൽ സല്യൂട്ട് അടിക്കും. കാരണം പ്രതിരോധ മേഖലയിലായാലും മറ്റെന്ത് മേഖലയിലായാലും ഇന്ത്യ ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഒരുപാട് സുഹൃത്ത് രാജ്യങ്ങൾ നമുക്കുണ്ട്. സൗഹൃദത്തിലായിട്ട് നിൽക്കുന്ന പല വൻ ശക്തികളും ഇന്ത്യക്കൊപ്പമുണ്ട്. പ്രത്യേകിച്ച് റഷ്യ പോലെയുള്ള രാജ്യങ്ങളുണ്ട്. ചൈനയായിട്ട് അത്ര പ്രശ്നമൊന്നും ഇപ്പോഴില്ല. ഇതൊക്കെ കാണുമ്പോൾ ഒരു തരത്തിലും ചൈനയുടെ ഒപ്പം നിൽക്കാൻ പറ്റാത്ത അമേരിക്കയ്ക്ക് സ്വാഭാവികമായിട്ടും വേറെ വഴിയൊന്നും കാണുന്നില്ല. അവരെ സംബന്ധിച്ച് ഉള്ളിലെ വിഷമം ഉള്ളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് പുറത്ത് ചിരിച്ചുകൊണ്ട് നടക്കാനേ ഡൊണാൾഡ് ട്രംപിന് ഇനി സാധിക്കുകയുള്ളൂ. അല്ലാതെ വേറൊരു ഓപ്ഷനും അദ്ദേഹത്തിന് മുമ്പിലില്ല. അല്ലാതെ വല്ലാതെ കളിച്ചാൽ ഇനി അമേരിക്കക്കാർ തന്നെ അയാളെ പിടിച്ച് പുറത്തേക്ക് എറിയും. ഒരു പൂച്ചയുടെ തലയിൽ പതുക്കെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കളയില്ലേ, അതുപോലെ തന്നെയായിരിക്കും ഇനി ട്രംപിന്റെ വിധി. അത് സ്വന്തം രാജ്യത്ത് നിന്ന് വരാനായിട്ട് അധികം നാൾ വേണ്ട. കുറെ നാളായിട്ട് അവരെ ദേശസ്നേഹം വലിച്ചു ഉയർത്തുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് ദ്രോഹമാവുമ്പോൾ, ദോഷമാവുമ്പോൾ അത് അധികം വലിയ രീതിയിലേക്ക് മുൻപോട്ട് പോവില്ല. സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കും, അവർ മനസ്സിലാക്കും, ഞങ്ങളുടെ രാജ്യത്തുള്ള പവർ ഞങ്ങൾക്ക് ലഭിച്ചത് പല രാജ്യത്തെ സാധാരണ ജനങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്ന് അവർ ഉണ്ടാക്കിയെടുത്ത ബലമാണിതെന്ന് അവർ ഒരിക്കൽ മനസ്സിലാക്കും. അത് ഇനി അധികം വൈകില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു ബലം നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി. അവിടുത്തെ പല വമ്പൻ കമ്പനികളുടെയും പ്രധാന തലച്ചോറെല്ലാം ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ്. അവിടുത്തെ സാധനങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതും ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ്. അവർ കഴിക്കുന്ന മരുന്നുകളിൽ 1/3 നമ്മുടെയാണ്. അവർ ഉടുക്കുന്ന വസ്ത്രത്തിൽ 1/3 നമ്മൾ തന്നെയാണ്. ഇങ്ങനെ പലതും നോക്കിക്കഴിഞ്ഞാൽ മിക്കതും നമ്മുടെ ഇന്ത്യൻ മെയ്ഡാണ്. ഇത് മാറ്റണമെങ്കിൽ അവർക്ക് ചൈനയുടെ ഒപ്പം കൂടണം. ചൈനയുടെ ഒപ്പം കൂടുന്നതിലും നല്ലത് അവർ ഒന്നും ധരിക്കാതെ ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്നും മരിക്കുന്നതാണ്. ആത്മഹത്യ തന്നെയാണ്, അതിന് വേറെ വഴിയൊന്നും ഓപ്ഷൻ ഇല്ല. ആ ഒരു അവസ്ഥയിലേക്ക് അവർ പോകും. അതുകൊണ്ട് ഇന്ത്യ വളർന്ന് പന്തലിക്കുക തന്നെയാണ്. ട്രേഡുകളും ഷെയർ മാർക്കറ്റും ഒക്കെ ഇനി ഉടൻ തന്നെ മാറ്റങ്ങൾ വന്ന് കുതിക്കും. യൂറോപ്പിലെ പല രാജ്യങ്ങളും, യൂറോപ്യൻ യൂണിയൻ തന്നെ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ പോവുകയാണ്. പല വമ്പൻ തീരുമാനങ്ങളും ഉടനെ ഉണ്ടാവുമെന്നറിയുന്നു. ജനുവരി അവസാനത്തോടു കൂടി പല മാറ്റങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അതിനൊപ്പം തന്നെ നമ്മുടെ ഷെയർ മാർക്കറ്റൊക്കെ ഇനി കുതിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ 91 നിൽക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട്, $1 സമം ₹1 ആവുന്നത് എന്നായിരിക്കുമെന്ന്. സമയമെടുക്കുമെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. മറിച്ച് ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഈ $90 നിൽക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് പല ഗുണങ്ങളുമുണ്ട്, നേട്ടങ്ങളുമുണ്ട്. അത് എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും ഒക്കെ വരുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യേണ്ടതുണ്ട്. അത് ആഗ്രഹമുള്ളവർ അതൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വിശദമായിട്ട് ചെയ്തു തരാം. അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ കാണാം.